ഈശോയിൽ സ്നേഹമുള്ളവരെ, സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിൻ്റെ ഒരുക്കത്തിലാണല്ലോ നാം എല്ലാവരും. ഈശോയെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരമ്മ, അപേക്ഷകളെ ഉപേക്ഷിക്കാത്ത ഒരമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ, അനുസരിക്കുന്ന അമ്മ, ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് ദൈവഹിതം സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഉണ്ണി യേശുവിനെ പ്രസവിക്കാൻ സ്ഥലം കിട്ടാതെ മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞപ്പോൾ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചത് മുതൽ സ്വന്തം മകൻ കുരിശിൽ കിടന്ന് മരിക്കേണ്ടത് കാണേണ്ടി വന്നതുവരെ ഒരുപാട് വേദനകളും ത്യാഗങ്ങളും അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്നു. പാവികളായ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി കുരിശിൽ കിടന്ന് മരിച്ച ഈശോ നമുക്ക് നൽകിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. അമ്മയ്ക്ക് ദൈവവുമായി നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിലുടനീളം നാം കാണുന്നുണ്ട്. ഈശോ ആദ്യമായി അത്ഭുതം പ്രകടിപ്പിച്ചത് തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരിക്കൽ പറയുകയുണ്ടായി, നീ എത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ നീ എത്രമാത്രം പരിശുദ്ധ കന്യാമറിയത്തെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ മതി എന്ന്. വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കാം. അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ അമ്മ ഉറപ്പായും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. ശൂന്യമായ നമ്മുടെ ഹൃദയമാകുന്ന കഴുഭരണികളെ ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കണമേ എന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു.